കരിങ്കൊടി പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടികളെ ന്യായീകരിച്ച് മന്ത്രിമാർ. പ്രതിഷേധങ്ങൾ സാധാരണ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും വി.എൻ. വാസവനും. നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം കണ്ടുള്ള വേദനയാണ് പ്രതിപക്ഷത്തിനെന്ന് മന്ത്രിമാർ പ്രതികരിച്ചു. കരിങ്കൊടി പ്രതിഷേധത്തിന് ആരും എതിരല്ലെന്നും ഓടുന്ന ബസിന് മുന്നിലേക്ക് ചാടി ചാവേറുകളാകാനാണ് ശ്രമമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിക്കെതിരായ കരിങ്കൊടി പ്രതിഷേധങ്ങൾ തുടരുമ്പോഴാണ് പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുന്നതിനെ ന്യായീകരിച്ച് മന്ത്രിമാർ രംഗത്തെത്തിയത്. അല്ലല്ല അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പം സംസാരിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഞാനും ഇത്തരം കാര്യങ്ങളൊക്കെ വായിച്ചു. അതൊന്നും ഞങ്ങളിൽ നിന്ന് അഭിപ്രായം ചോദിച്ചെടുക്കേണ്ട ഒന്നാണ് എന്ന് വിചാരിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യം സർക്കാരിൻ്റെ നിലപാടായിട്ട് കണക്കാക്കിയാൽ എങ്ങനെ ഇതാക്കാൻ പറ്റും? സജി ചെറിയാനെന്നുള്ളത് മാത്രമല്ല, ആര് പറഞ്ഞാലും അതെല്ലാം നിങ്ങളുടെ സമൂഹത്തിൽ കണ്ടു, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അത് വേറെ കാര്യം. അതിപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും കാര്യങ്ങളില്ല. ഇപ്പോൾ രാവിലെ ഇതിന് അഭിപ്രായം പറയണം, എന്താണ് എൻ്റെ സ്ഥിതി എന്നൊക്കെ പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും ആളിക്കത്തു എന്ന് പറഞ്ഞതുപോലെ നവകേരള സദസ്സ് ഞങ്ങൾ അവസാനിക്കുമ്പോൾ അവരെടുത്ത സമരമുറകളെല്ലാം പാളിയെ പോകും. അവരുടെ ആശയങ്ങളും സമീപനങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയവും തകരുന്ന രൂപത്തിലെത്തിയിരിക്കുന്നു. ആ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെ അണയാൻ പോകുന്ന ദീപമായി മാറിയിരിക്കുക. അതാണ് ആളിക്കത്ത്. അതിനപ്പുറത്ത് ഒരു കാര്യം അതിൽ കാണാനില്ല. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും വിജയകരമായി നവകേരള സദസ്സ് പര്യവസാനിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിനുടലെടുക്കുന്ന അസഹിഷ്ണുതയും അസംതൃപ്തിയും ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും വാചകങ്ങളിലും എല്ലാം വരും. ഏതാണ്ട് കോൺഗ്രസ് യദുകുലം നശിക്കുന്ന പോലെ തമ്മിലടിച്ച് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് വരിക.